Hi friends, welcome back to Amaze Academy's YouTube channel. So ഇന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു എക്സാം ആക്ച്വലി 3 ഡിപ്പാർട്ട്മെന്റുകൾ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ 3 ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിലബസ് ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഇടയ്ക്ക് 2 വട്ടം മാറ്റി അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എക്സാം നടത്തി. ഇന്നലെ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ഒരു ബാച്ച് റൺ ചെയ്ത്. അത് കേരള എയുടെ ബാച്ചാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച്, ഒഫീഷ്യൽ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഫീഡ്ബാക്ക് തന്നു, വളരെ മികച്ച ക്ലാസ് ആണെന്നും. ഭയങ്കര സന്തോഷമുണ്ട്, സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എക്സാം പൊതുവേ ടഫായിരുന്നു, പക്ഷെ ഞാൻ ആക്ച്വലി നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിനോട് ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു എക്സാമിന് മുമ്പോട്ട്. അതിനകത്ത് ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത കാര്യമാണ് ഇത് എന്തായാലും ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഈസി ആയാലും അതൊരു ബോണസ് ആയിട്ട് കരുതിയാലും മതി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും പറഞ്ഞ പോലെ തന്നെ, കാരണം എന്തായാലും അറിയില്ല 3 ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സിവിൽ തന്നെ പാടുപെട്ടാണ് പഠിക്കുന്നത്. അപ്പോഴാണ് ഇപ്പം മെക്കാനിക്കലുകാർക്ക് ബാക്കിയുള്ള എങ്ങനെയായിരിക്കും, സിവിലും കെമിക്കലും ടഫായിരിക്കും, കെമിക്കലുകാർക്ക് ബാക്കി സിവിലും മെക്കാനിക്കലും പഠിക്കാൻ ടഫ്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ബ്രാഞ്ചുകാർക്കാണെങ്കിലും ടഫ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കൺസെപ്ച്വൽ ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ടഫായിരിക്കും. എന്തായാലും അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടാം. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ മെയിൻലി ഈ ഒരു സിലബസിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ മെയിൻലി ഇതിനകത്തുണ്ടായിരുന്നു. 4ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ 4ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ജോബ് റിലേറ്റഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ തന്നെയാണ്. സിവിലിനകത്ത് ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടെ ന്യൂമറിക്കൽ കയറി വന്നു. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ആർക്കാണോ ചെയ്യാൻ പറ്റിയത് അവർക്കാണ് കൂടുതൽ ഇത് ചെയ്യാൻ. ഞാനത് നമ്മുടെ ലൈവ് സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം LSTD എക്സാം തൊട്ട് ന്യൂമറിക്കൽസ് ഒരുപാട് PSC ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം പണ്ട് 1.25 മണിക്കൂറായിരുന്നു എക്സാം, ഇപ്പോൾ 1.5 മണിക്കൂറാക്കി. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പോൾ 90 മിനിറ്റ്സേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഒരുപാട് ന്യൂമറിക്കൽസ് വന്നാൽ അത് സെക്കൻഡ് റൗണ്ടിലോട്ട് മാറ്റി വെക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞത് 3 റൗണ്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ന്യൂമറിക്കൽസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ആ 100 ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ, ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഫസ്റ്റ് റൗണ്ട് ഫുള്ള് 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന ന്യൂമറിക്കൽ ആണെങ്കിൽ പോലും ചെയ്യുക. കാരണം ന്യൂമറിക്കൽ ചെയ്യാൻ എന്തായാലും ടൈം വേണം. ഇപ്പം കാൽക്കുലേറ്റർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ഏത് കൺസെപ്റ്റാണെന്ന് അറിയണം, ഇക്വേഷൻ ഏതാണെന്ന് അറിയണം, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. അപ്പം മിക്കവാറും ബാക്കിയുള്ള തിയററ്റിക്കൽ ക്വസ്റ്റിനെക്കാട്ടിൽ തീർച്ചയായിട്ടും സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് റൗണ്ട് സ്കിപ്പ് ചെയ്യുക, സെക്കൻഡ് റൗണ്ടിൽ വേണം അത് ആൻസർ ചെയ്യാൻ. ഞാൻ ഇത് വളരെ ക്ലിയർ ആയിട്ട് എക്സാമിന് മുമ്പ് നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിനോട് പറഞ്ഞാണ്. അപ്പോൾ എത്ര പേര് അത് ചെയ്യുന്നുള്ളത് നമുക്കറിയാം അല്ലേ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. അപ്പം കുറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 7 നമ്മൾ കൂട്ടിയിരിക്കുന്നത്. മീഡിയം ഈസി ഇപ്പോൾ ഏകദേശം ഒരു 18 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. പിന്നെ എക്സാം ഹാളിൻ്റെ ആ ഒരു ടെൻഷൻ കാരണം ഈ ഒരു മീഡിയം നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. ഇത് നമ്മൾ പുറത്ത് വന്നിട്ട് ഇത് ഈസി ആണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ എക്സാം ഹാളിൽ ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാണും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ അവിടുന്ന് ഒരു 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നവർ ഏറ്റവും നല്ലത്. അപ്പം പിന്നെ ഞാൻ ഈ ഒരു PDF നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടേക്കാം, ഇത് PDF ആക്കി ഇട്ടേക്കാം. അതായത് ഓരോ ക്വസ്റ്റിനും ഏത് ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലും പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വന്നത്. ഇപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് സിവിലിനും നമ്മുടെ മെക്കാനിക്കലിനും കോമൺ ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഷെയർ ഉണ്ടായിരുന്നു. ഇവിടെ 4 വന്നിട്ടുണ്ട്, നമ്മുടെ മെക്കാനിക്കൽ സൈഡിൽ നിന്ന് 3 വന്നിട്ടുണ്ട്. മോസും 2 കോമൺ ആയതുകൊണ്ട് മോസിൽ നിന്ന് വന്നിട്ടുണ്ട്, അതായത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. പിന്നെ ബാക്കി സർവേ, BMC, RCC, ഡിസൈനും GT ഒക്കെയാണ്. സിവിലിൻ്റെ ഒരു പ്രശ്നം ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു Aക്ക് പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇവർ തന്നിട്ടുണ്ടായിരുന്നു, മാർക്ക് കുറച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് ആക്ച്വലി ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അതൊരു വലിയ ചലഞ്ചാണ്. അപ്പം PSCയുടെ സൈഡിൽ നിന്ന് അതൊരു ഇച്ചിരി ഒരു ലാപ്സായിട്ട് തോന്നി എനിക്ക്. കാരണം നമ്മൾ ഈ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് ഫുൾ സിവിൽ കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ചലഞ്ചാണ്. കാരണം ബാക്കി ഇത്രയും ടോപ്പിക്സ് ഉള്ള ഒരു സ്ഥിതിക്ക്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കലോട്ട് വരുമ്പോൾ മെക്കാനിക്കൽ ഇപ്രാവശ്യം കുറച്ച് കൺസെപ്ച്വൽ ആക്കി കളഞ്ഞു. അതായത് സാധാരണ അത് പ്യുവർ മെക്കാനിക്കൽ Btech എക്സാം പോലെ, ഇതൊരു കമ്പൈൻഡ് എക്സാം അല്ലേ. അപ്പോൾ അതുപോലല്ല, അവർ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ പ്യുവർ പക്ക മെക്കാനിക്കൽ കോർ കൺസെപ്ച്വലായിട്ട് തന്നെ ചോദിച്ചു. അതും ഗേറ്റും Btech ലെവലായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരുന്നു ഫോർ മെക്കാനിക്കൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് മോഡറേറ്റും കൂടെ കൂട്ടുമ്പോൾ 17 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ടഫ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് മേ ബി കുറേ പേർക്ക് ഇവിടെ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് തന്നെ 44ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അത് ചിലപ്പോൾ ഒന്ന് റീവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം അതിനകത്തൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല അതിനകത്ത് വന്നേക്കുന്നത്, ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. നേരെ മറിച്ച് കെമിക്കലിലോട്ട് വരുമ്പോൾ നമ്മുടെ അക്കാഡമിക്ക് സന്തോഷിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ റിവിഷൻ ക്ലാസ് എടുത്ത സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് സാറ് ഇട്ട ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് വെറും 4 ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി മോഡറേറ്റ് ആണ് വന്നിരിക്കുന്നത്. 25ൽ 21 നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മോഡറേറ്റ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ കയറി ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക എക്സാം ഹാളിൻ്റെ ടെൻഷൻ കാരണം ചിലപ്പോൾ ചിലത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നിരുന്നാൽ പോലും ഈസിനെസ് കൂടുതലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ റിവിഷൻ ക്ലാസ് നല്ല എഫക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. ബാക്കി എല്ലാം ഈ കെമിക്കലിൽ നിന്ന് വന്ന എല്ലാം ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ സിലബസിൽ നിന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഡിഫിക്കൽട്ടി 4 വന്നത്. സിലബസിൽ ഇല്ലാത്ത അല്ലെങ്കിൽ സിലബസിൽ ചോദിക്കാൻ പാടില്ലാത്ത ചില 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് എൻവയോൺമെൻ്റ് ആണ്. ജോബ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് നമ്മുടെ കോട്ടയാണ്. നമ്മളത് പക്കയായിട്ട് നമ്മൾ 25 ക്വസ്റ്റ്യനിൽ 25 ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് 24 നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ 97ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ഇൻഫെക്ഷൻ, നമ്മൾ മറ്റേ NH2Cl എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് മറ്റേ ക്ലോറിനേഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് സീക്വൻസ് ഓഫ് ഫോർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നു. ക്വസ്റ്റ്യനകത്ത് NH2Cl2 എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതിപ്പോൾ അങ്ങനൊരു കോമ്പൗണ്ട് ഇല്ലല്ലോ, അപ്പോൾ അത് തെറ്റാണ്. പക്ഷേ ഈ സെയിം ക്വസ്റ്റ്യൻ വിത്ത് സെയിം ഓപ്ഷൻ സെയിം ആൻസർ ഞാൻ LTQ കോഴ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ 25 ക്വസ്റ്റ്യന് ഞാൻ കവർ ചെയ്തായിരുന്നു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അൺഫോർച്ചുനേറ്റ്ലി PSC ക്വസ്റ്റ്യൻ തെറ്റിച്ചു. കാരണം അതേ ഈ ഓപ്ഷൻ ഡി തന്നെയായിരുന്നു ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, അവർ ടൈപ്പ് ചെയ്തപ്പോൾ വരുത്തിയ മിസ്റ്റേക്കാണ്. അതുപോട്ടെ, കുഴപ്പമില്ല, ലക്കില്ല. പക്ഷേ ഇതിനകത്ത് സിമ്പിളായിരുന്നു. എൻവയോൺമെൻറ്റ് എല്ലാം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ ഒരു പേപ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നതുകൊണ്ട് ഒന്നാമത് പഠിക്കാൻ എല്ലാവർക്കും ഒരു വലിയ ചലഞ്ചാണ്. അത് ഞാൻ എപ്പോഴും നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിനോട് ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ടല്ലോ, ഒരു സിലബസ് മാറി, അത് തന്നെ ഒരു വലിയ സ്ട്രെസ്സായിരുന്നു. അത് ഏറ്റെടുത്ത് നിങ്ങൾ പഠിച്ചു, 2-3 മാസം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു, എക്സാം നല്ല രീതിയിൽ എഴുതി, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു പ്യുവർ സിവിൽ അല്ലെങ്കിൽ പ്യുവർ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്യുവർ കെമിക്കൽ എക്സാം എഴുതാൻ പോകുന്ന പോലെ അല്ല. ഇങ്ങനൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ അത് എക്സ്ട്രാ ചലഞ്ചാണ്, എക്സ്ട്രാ സ്ട്രെസ്സാണ്. അതെല്ലാം ഏറ്റെടുത്ത് എഴുതി നല്ല രീതിയിൽ പഠിച്ച് എഴുതിയവർക്ക് എന്തായാലും ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതൊന്ന് അറിയാൻ വേണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടോട്ടൽ പെർഫോമൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിയിലെയും നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിൻ്റെ അവരുടെ നിന്നൊക്കെ ഒരു ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ഒരു 15 മുകളിലുള്ളവർ നല്ലൊരു സേഫ് സോണിലാണ്. ആൻഡ് ഓൾസോ 45 എബവ് ആയിട്ടുള്ളവർ. അപ്പോൾ ഇങ്ങനൊരു മാർജിൻ ഇടുവാണെങ്കിൽ കട്ട് ഓഫ് റേഞ്ച് ഏകദേശം 40-നും 44-നും ഇടയ്ക്ക് കിടക്കാനാണ് ചാൻസ്. ദിസ് ഇസ് എ ഗസ്. ഇതൊരു ഡാറ്റ, ഒരു പ്രിലിമിനറി ഡാറ്റയാണ്. പക്ഷേ ഒരു ജെന്യുവൻ ഡാറ്റയാണ്. നമ്മുടെ സ്വന്തം സ്റ്റുഡൻസ് ഫേക്ക് ആയിരിക്കാൻ ചാൻസ് ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്തതാണ്. അതുകൊണ്ട് ജെന്യുവൻ ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ ഒരു 40-നും 44-നും ഇടയ്ക്ക് കിടക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ഒരു 55-ന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ബ്രാക്കറ്റിലുള്ളവർക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ബ്രാക്കറ്റിലുള്ളവർ നിങ്ങൾ നല്ലപോലെ പഠിക്കുക. കാരണം ഇനി അടുത്ത എക്സാംസ് വരുന്നുണ്ട്, PWD ഇറിഗേഷൻ. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫൗണ്ടേഷൻസ് ബേസിക്സ് സെറ്റാണ്. അപ്പം നിങ്ങൾ കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലും നമ്മൾ അടുത്ത PWD ഇറിഗേഷൻ പോലത്തെ എക്സാംസ് വരുന്നുണ്ട്. അടുത്ത വർഷം 20-ന് മുകളിൽ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഈ ഫൗണ്ടേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അത് ടച്ച് വിടാതെ നോക്കണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് അതിൽ നിങ്ങൾക്ക് ഇവരെ പോലെ ഒരു ടോപ്പറിലോട്ട് വരാൻ നോക്കണം. ഈ 40 to 44 ഈ ഒരു ബ്രാഞ്ച് കിടക്കുന്നവർക്ക് 2 റീസൺസ് ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു മിസ്സിംഗ് ആണ്, മേ ബി ഒരു സ്ട്രക്ചേർഡ് കോഴ്സിൻ്റെ ഒരു അഭാവം കൊണ്ടായിരിക്കും സെൽഫ് സ്റ്റഡി ചെയ്തവർക്ക്. അതല്ല,
ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങൾ അങ്ങനെ ഒരു ബ്രാക്കറ്റിലായി പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടൈം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഇവരെക്കാട്ടിൽ ഈ ഒരു ബ്രാക്കറ്റിൽ 40-നും 44-നും അപ്പോൾ അവരാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വരുന്നത്. കാരണം കട്ട് ഓഫ് റേഞ്ച് അവിടെ ആയിരിക്കും വരുന്നത്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് പേര് അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കട്ട് ഓഫ് എപ്പോഴും മെജോറിറ്റിക്ക് താഴെ വരത്തുള്ളൂ. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കട്ട് ഓഫ് പറഞ്ഞത്. ബാക്കി 35 ഈ ഒരു ബ്രാക്കറ്റിൽ നിൽക്കുന്നവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചേർഡ് കോഴ്സ്, അതെന്തുകൊണ്ട് സ്ട്രക്ചേർഡ്, ഇപ്പം ഞാൻ എൻവയോൺമെൻറ്റ് കേസ് പറഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ടാണ് പറഞ്ഞത് 25 കിട്ടും. കാരണം എന്താ, നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് ചാപ്റ്റർ വൈസിൽ ഓരോ ചാപ്റ്ററിലും നമുക്ക് കിട്ടാൻ പറ്റുന്ന എല്ലാ തിയറിയും കളക്ട് ചെയ്ത് പഠിപ്പിച്ച് സ്റ്റുഡൻസിന് പഠിച്ച്, അപ്പം നമുക്ക് ഏകദേശം കോൺഫിഡൻസാണ്, ഫുൾ സെറ്റാണ്, നമുക്കറിയാം. ആ ഒരു കോൺഫിഡൻസ് വരണം. അതിനൊരു സ്ട്രക്ചേർഡ് കോഴ്സ്, അത് നമ്മുടെ സ്വന്തം കോഴ്സ് വെച്ച് പഠിക്കണമെന്നോ അല്ല പറയുന്നത്. അത് ദിസ് ഇസ് നീഡ് ഓഫ് ദ അവർ. നിങ്ങൾക്ക് ഇങ്ങനൊരു ജോലി, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നാമത് വേക്കൻസീസ് വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ വാരിക്കോരി ഇപ്പോൾ IT കമ്പനിയിൽ ജോലി ഉള്ളൊരു ഇത്രയും പേർക്ക് ജോലി എന്നുള്ള പറയുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ പോയി. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഇത് കിട്ടുന്ന തന്നെ ഒരു ഗോൾഡൻ ജാക്ക് പോട്ടാണ് ഈ ഒരു ജോലി തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കോമ്പറ്റീഷൻ വെരി ഹൈ ആണ്. എന്നാൽ വേക്കൻസി അതിനനുസരിച്ച് ഉയരുന്നുണ്ടോ? ഉയരുന്നില്ല. സെയിം ടൈപ്പ് ഓഫ് വേക്കൻസീസ് ആണ്, നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുന്നല്ലാതെ കുറയുക. ചിലയിടത്ത് മാത്രം അവർ ഡിസിഷൻ എടുത്ത് കൂട്ടിയാലായി. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കിത് ഇതാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രക്ചേർഡായിട്ട് സയൻറ്റിഫിക്കലി നമ്മൾ ഇത്രയും ഒരു പോർഷൻ, നമ്മളിപ്പോൾ ബിടെക്കാർ 4 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ഇയർ പോട്ടെ, ഫസ്റ്റ് ഇയർ ബേസിക് എഞ്ചിനീയറിംഗ് ആണ്, അത് വിട്ട് 3 വർഷം കൂട്ടിക്കോ. 3 വർഷം പഠിക്കുന്ന ഒരു കാര്യം നിങ്ങൾ 6 മാസം കൊണ്ട് പഠിക്കുന്ന തന്നെ ഒരു ക്രാഷ് കോഴ്സാണ്. മനസ്സിലായില്ലേ? അത് തന്നെ ഒരു ക്രാഷ് കോഴ്സാണ്. പക്ഷേ 6 മന്ത്സ് വേറെ ഒന്നും നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ 6 to 8 മന്ത്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനു വേണ്ടി മാത്രം പഠിക്കുന്നവർക്ക് മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം സ്ട്രക്ചേർഡായിട്ട് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഓരോ ടോപ്പിക്കും പഠിച്ച് ക്ലിയർ ആക്കിയാലേ നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്ഷൻ, ഇപ്പം തന്നെ നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടില്ല, ഡിഫിക്കൽട്ടി ലെവൽ കൂടിക്കൊണ്ടിരിക്കുക. അവർ ഏകദേശം ഗേറ്റ് ESC ലെവലിലോട്ടാണ് പോകുന്നത്. ഏകദേശം നമ്മളിപ്പോൾ കെമിക്കൽ എടുത്താലും മെക്കാനിക്കൽ എടുത്താലും സിവിൽ എടുത്താലും എല്ലാം പഴയ ഗേറ്റും ESCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ലെവലിലോട്ട് അവർ പോകുന്നത്. നമുക്ക് 1.5 മണിക്കൂർ ഉണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് കൂടുന്നുണ്ട്. അത് പർപ്പസ്ഫുള്ളി മേ ബി അവർ കാരണം നല്ലതാണ്. നമ്മൾ പഴയ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി കൺസെപ്ഷ്യലാവുന്നത് നല്ലതാണ്. ടൈം ഇച്ചിരി ഒരു ഫാക്ടറാണ്, കുറവാണ്, അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ കൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ ഇതൊരു വലിയ ചലഞ്ചാണ്. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് പഠിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്രാക്കറ്റ് കിടക്കുന്ന 35-ന് താഴെയുള്ളവർ തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ നല്ല രീതിയിൽ പേപ്പർ എഴുതി ക്ലിയർ ചെയ്യണമെങ്കിൽ, അടുത്ത വരുന്ന എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു സ്ട്രക്ചേർഡായിട്ട് പഠിക്കുക. 6 to 8 മാസം നല്ല രീതിയിൽ. ഇനി വർക്കിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് മേ ബി സാറ്റർഡേ സൺഡേ അവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 1 ഇയറിൻ്റെ ഒരു കോഴ്സോ അല്ലെങ്കിൽ 1 ഇയർ പഠിക്കാൻ വേണ്ടി റെഡി ആയിരിക്കണം വർക്കിൻ്റെ കൂടെ തന്നെ. അത് തന്നെ ഒരു വലിയ ചലഞ്ചാണ്. വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ടയേർഡാവും. അപ്പം ബാക്കിയുള്ളവരുടെ അത്രയും ഒരു എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് പോസിബിളാണ്. പക്ഷേ ചിലർ ഭയങ്കര വർക്ക് ചെയ്യും. നമ്മുടെ തന്നെ ത്രൈഷ്ണവ് LSD 7th റാങ്ക് ഹോൾഡർ, KCB ത്രൈഷ്ണവ് 6th റാങ്കാണ് കിട്ടിയത്. പുള്ളി LNTയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും നേടിയത്. മനസ്സിലായി? LNTയിൽ ഭയങ്കര ഹെവി ലോഡാണ്. എന്നിട്ടും അത് പക്ക ഡെഡിക്കേഷനാണ്, പാഷനാണ്. അപ്പം നമുക്കിത് പോസിബിളാണ്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ആ ഒരു നിങ്ങൾ എങ്ങനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് അതിനുവേണ്ടി സെറ്റ് ചെയ്യണം. ഇപ്പം ടോപ്പേഴ്സ് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് അടുത്തത് നോക്കാം. ബോർഡ് ലെക്ചറോ അസിസ്റ്റന്റ് പ്രൊഫസറോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജോബ്. നിങ്ങൾക്ക് കേരള വാട്ടർ അതോറിറ്റി തന്നെയാണല്ലോ. ഇനിയും ഇപ്പം എന്തായാലും ഈ ഒരു റിസൾട്ട് വരാനൊക്കെ സമയം എടുക്കും. 6 to 8 മാസം എടുക്കും. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ വേറെ ജോബ്സിന് പോവാം, അല്ലെങ്കിൽ പാരലി നമുക്ക് അടുത്ത പ്ലാനുകൾ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. കാരണം ഇത് വളരെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഡിസിഷൻ എടുത്താൽ പിന്നെ അതിനകത്ത് ഫേമായിട്ട് നിന്ന് അതിനുവേണ്ടി ഡെഡിക്കേഷൻ കൊടുത്ത് പഠിക്കണം. കാരണം അങ്ങനെ ഒരുപാട് പേര്, ഇപ്പം നമ്മുടെ തന്നെ ബാച്ചിൽ നമ്മൾ വീക്കെൻഡ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 200 പേര് എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. 800 പേര് ജോയിൻ ചെയ്ത ബാച്ചാണെന്ന് വിചാരിച്ചോണം. അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 200 പേർക്കേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി എത്രയും പേര് ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. കാരണം അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് തന്നെ ഒരു 1/4 ആൾക്കാർക്കേ അത് നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട്, അപ്പോൾ അവരുടെ തന്നെ മാർക്കാണ് ഇത്. എനിക്കറിയാം. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ റാങ്ക് ലിസ്റ്റും നമ്മുടെ വീക്കെൻഡ് ടെസ്റ്റിൻ്റെയും റിസൾട്ട് നോക്കുമ്പോൾ അവർ തന്നെയാണ് ഈ ഒരു കോട്ടയിനകത്ത് വന്നേക്കുന്നത്, ഈ ഒരു സെക്ഷനകത്ത് ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നേക്കുന്നത്. അപ്പോൾ
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രക്ചർ ചെയ്ത് പഠിക്കുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ അക്കാഡമി എന്ന് വെച്ചാൽ ഞാൻ തുറന്ന് പറയുമല്ലോ, നമുക്കൊരു ഇന്ത്യയിലെ ബെസ്റ്റ് ആവുന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, നമുക്ക് എല്ലായിടത്തും നമ്മുടെ ഒരു നോളജ് ഷെയർ ചെയ്യണമെന്നും ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നമ്മുടെ സ്റ്റുഡൻസിന് നല്ല മാർക്കും നല്ല റാങ്കും നിങ്ങൾ പെട്ടെന്ന് ജോലിയിലാവുമ്പോഴേ നമ്മൾ സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ ബാച്ചിലെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാലേ ഞങ്ങൾക്കും സക്സസ് ഉള്ളൂ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ജോലിയിലൂടെ കിടക്കും. ഇപ്പം നമ്മുടെ അലൂമിനിയാണ് ഇപ്പം ഞങ്ങളുടെ തന്നെ ഇപ്പോൾ അലൂമിനി എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഉണ്ട്. കാരണം അവർ പഠിച്ച് അവർ കയറി. ഇപ്പം LHD എത്രയോ പേരാണ് ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആവുന്നത് എങ്ങനെയാണ്, നമ്മുടെ അലൂമിനി സ്ട്രോങ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു കോളേജ് എങ്ങനെ സ്ട്രോങ് ആണ്, അവരുടെ അലൂമിനി, അവർ പണ്ട് അവിടെ പഠിച്ച ആൾക്കാർ അത്രയും നല്ല ജോലി കിട്ടുമ്പോഴാണ് അവിടുത്തെ അക്കാഡമിയും ഗ്രോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏറ്റവും വേണ്ടത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എപ്പോഴും പറഞ്ഞത് ലിസ്റ്റ് കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു സെക്ടറിലുള്ളവർ വളരെ സൂക്ഷിക്കുക. നിങ്ങൾ ചിലപ്പോൾ ലിസ്റ്റ് കയറിയായിരിക്കും, പക്ഷെ ജോലി കിട്ടുമില്ലെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും പഠിക്കുമ്പോൾ ടോപ്പ് റാങ്കർ ആവാൻ വേണ്ടിയേ പഠിക്കാവൂ. യു ഷുഡ് ബി ഓൺ ദിസ് സൈഡ്. എപ്പോഴും ജോലി ഉറപ്പ് വരുത്തുന്ന രീതി വരെ, അല്ലെങ്കിൽ ജോലി കൈ കിട്ടുക, അഡ്വൈസ് കൈ കിട്ടുന്നവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കും. കുറേ പേര് ആദ്യം നല്ല രീതിയിൽ പഠിക്കും, പിന്നെ അങ്ങ് ഓഫായി പോകും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട്. അങ്ങനെ ആവരുത്. നമുക്ക് അത് കിട്ടുന്നവരെ, അല്ലെങ്കിൽ അതിന് 2 ദോഷങ്ങളുണ്ട്. നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് നിങ്ങളുടെ സമയം പോയി, അത്ര സമയം പോയി. അപ്പോൾ അത് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നവരെ നിങ്ങൾ വർക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. അടുത്ത വർഷം നല്ല രീതിയിൽ സ്ട്രക്ചേർഡായിട്ട് പഠിക്കുക. ടോപ്പേഴ്സ് ആയവരോട് ബിഗ് കൺഗ്രാറ്റ്സ്. നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത്. കാരണം ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയ ചലഞ്ചായിരുന്നു, ഇത്രയും സബ്ജക്ട്സ് പഠിക്കുക എന്നുള്ളത് വെറും ലെസ് ടൈമിൽ. അപ്പം PSC ഇപ്പോൾ അറിയാലോ, കൺഫർമേഷൻ ടൈമിലാണ് സിലബസ് തരുന്നത്. 2 മാസം കിട്ടുന്നുള്ളൂ നമുക്ക്. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നമുക്കും ഭയങ്കര പ്രശ്നമാണത്. അത് PSC അതൊന്ന് ആലോചിച്ച് അവരത് മാറ്റി കുറച്ച് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ സിലബസ് തന്നായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതൊരു വലിയ ബെനിഫിറ്റ് ആയിരുന്നു. നല്ല സ്ട്രക്ചേർഡായിട്ട് നമുക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉള്ളപ്പോൾ നമ്മൾ വളരെ വിജിലൻ്റ് ആവണം. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. താങ്ക്